ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കോട്ടയായ ചെപ്പോക്ക് ഒരു തവണ കൂടി തകർക്കപ്പെട്ടിരിക്കുന്നു. 2010 ശേഷം ആദ്യമായിട്ടാണ് ഡൽഹി ക്യാപിറ്റൽസ് ചെപ്പോക്കിൽ വിജയിക്കുന്നത്. അതും 25 റൺസിന്റെ ആധികാരികമായ വിജയം. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും മേൽക്കൈ നേടാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ മത്സരം വിലയിരുത്തുമ്പോൾ ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മറ്റുള്ള മാച്ചസിന്റെ റിവ്യൂ നമ്മൾ ചെയ്തിരുന്നു, അതുപോലെ പല മാച്ചുകളെയും പ്രിവ്യൂ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അതിൽ കൂടുതൽ, ഇപ്പോൾ അന്ന് പറഞ്ഞതിൽ കൂടുതലൊന്നും സത്യത്തിൽ നമ്മൾ ഈ മാച്ചിനെ അനലൈസ് ചെയ്തുകൊണ്ട് പറയാനില്ല. അതൊരു ശരിക്കും ഒരു ക്രിക്കറ്റ് ഫാൻ എന്ന നിലയിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മികച്ച വിജയങ്ങൾ, മികച്ച പ്രകടനങ്ങൾ കണ്ടിട്ടുള്ളൊരു ക്രിക്കറ്റ് ഫാൻ എന്ന നിലയിൽ അത് കുറച്ച് സങ്കടകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇവർ നേരിടുന്ന ഇഷ്യൂസ് എല്ലാം സെയിം തന്നെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് തോറ്റ കഴിഞ്ഞൊരു മത്സരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നതും അതിനകത്തുള്ളതുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പം നമുക്ക് ഫസ്റ്റ് ഇന്നിങ്സ് തൊട്ട് നോക്കാം. ഇപ്പോൾ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. കാരണം ഒരു ഈവനിങ് ഗെയിമാണ്. ഇപ്പോൾ മത്സരം മുന്നോട്ട് പോകുന്നതോറും പിച്ച് സ്ലോ ആവും എന്നൊരു വ്യക്തമായ കാൽക്കുലേഷൻ്റെ പുറത്താണ് നമ്മുടെ അക്ഷർ പട്ടേൽ ബാറ്റിംഗ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ടീമിൽ ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഫാഫിന് ചെറിയൊരു ഇഞ്ചുറി ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഫാഫ് കളിച്ചില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ KL രാഹുൽ, കഴിഞ്ഞ മത്സരത്തിൽ മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്ത KL രാഹുൽ ഓപ്പണറായിട്ട് വരികയും ചെയ്തു. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ കഴിഞ്ഞ പല വീഡിയോകളിലും പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഖലീൽ അഹമ്മദ് ആദ്യത്തെ ഓവർ വളരെ നന്നായിട്ടാണ് ബോൾ ചെയ്തത്. 1 റൺസ് മാത്രമേ ഖലീൽ വിട്ടുകൊടുത്തുള്ളൂ. പക്ഷേ രണ്ടാമത്തെ ഓവർ വന്നപ്പോൾ മുകേഷ് ചൗധരിയാണ് വന്നത്. നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ഇതാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഖലീൽ അഹമ്മദ് ഒരു പ്രഷർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഖലീൽ നടത്തുന്ന ആ ഒരു പെർഫോമൻസിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ബോളേഴ്സ് ഇല്ല. ഇപ്പോൾ നേരത്തെ ബോൾ ചെയ്ത സാംഗ്രൻ ആയാലും അല്ലെങ്കിൽ പിന്നെ വന്ന ജെയ്മി ഓട്ടൺ ആയാലും ഇപ്പോൾ ഈ മത്സരത്തിൽ വന്ന മുകേഷ് ചൗധരി ആയാലും എല്ലാം ഒരു സൈഡിൽ ഖലീൽ ബിൽഡ് ചെയ്ത പ്രഷർ നമ്മളിപ്പോൾ ടാപ്പ് അഴിച്ച് വെള്ളം തുറന്നു വിടുന്ന പോലെ അങ്ങ് വിട്ടു. അതായത് ആ ബിൽഡ് ചെയ്ത പ്രഷർ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലായി. ഇപ്പോൾ ഓരോ ഓവറിൽ ഒരാൾ 1-2 റണ്ണ് കൊടുത്തിട്ട് അടുത്ത ഓവർ വരുന്ന ആളൊരു 18 റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടലി 20 റൺസായി, റൺ റേറ്റ് 10 ആയി. അപ്പോൾ എതിരാളികളുടെ പ്രഷർ അവിടെ പോയി. ഇനിയിപ്പോൾ ആദ്യത്തെ ഓവറിൽ ആ ബിൽഡ് ചെയ്ത പ്രഷർ ഒന്നുമല്ല. ഇനിയിപ്പം വീണ്ടും ഒരു നല്ല റൺ റേറ്റിൽ ബാറ്റിംഗ് ടീം എത്തി. ഇപ്പോൾ ഇൻസ്റ്റഡ് ആ ഒരു സമയത്ത് ഇപ്പോൾ ആദ്യത്തെ ഓവറിൽ 1 റണ്ണ് മാത്രം ഖലീൽ കൊടുത്തു. രണ്ടാമത്തെ ഓവറിൽ മുകേഷ് ചൗധരി ഒരു ടൈറ്റ് ഓവർ എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 റൺസ് പോട്ടെ, ഒരു 6 റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ 2 ഓവറിൽ 7 എന്ന അവസ്ഥയിൽ വരും. മൂന്നാമത്തെ ഓവറോടെ ടൈറ്റ് ആകുമ്പോൾ പവർ പ്ലേ ആണ്, റൺസ് കൂടുതൽ വേണം. അങ്ങനെ വരുമ്പോൾ ബാറ്റേഴ്സ് കൂടുതൽ റിസ്ക് എടുക്കും, വിക്കറ്റിനുള്ള ചാൻസും കൂടും. ഇവിടെ ഒരു സൈഡിൽ 1 റണ്ണ് കഷ്ടപ്പെട്ട് എറിഞ്ഞ് വെക്കുമ്പോൾ അടുത്ത ഓവർ ഒരു 10-18 റണ്ണ് കൊടുത്ത് ആ പ്രഷർ അങ്ങ് പോയി. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവർക്കിപ്പോൾ ഖലീലിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ, പവർ പ്ലേയിൽ ഖലീലിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ബൗളർ ഇല്ല. അത് അവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പതിരാനെ നമുക്ക് ഇപ്പോൾ ഡെത്തിൽ നല്ല ഫോമിലാണ്. പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഓരോ ഓവർ പവർ പ്ലേയിൽ കൊടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. എങ്ങനെ വരും എന്ന് അറിയില്ലല്ലോ, കാരണം പവർ പ്ലേ അവർ ഈ സീസണിൽ ഇതേവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെ വരും എന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പം എന്തായാലും ഒരു ഡെവൺ കോൺവേ ടീമിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഗെയ്ക്വാദിന് എന്തായാലും പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, ഗെയ്ക്വാദ് കളിച്ചു. അപ്പോൾ ഡെവൺ കോൺവേ ടീമിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ ജെയ്മിക്ക് പകരം ബോളറായിട്ട് മുകേഷ് ചൗധരിയെ കൊണ്ടുവന്നു. എന്നിട്ട് മാറ്റമൊന്നുമില്ല, പഴയ പ്രശ്നം തന്നെ. ബോളിങ്ങിലായാലും പഴയ പ്രശ്നം തന്നെ. ഇപ്പോൾ അവർ നന്നായിട്ട് കളിച്ചു. രാഹുലിൻ്റെ ഒരു മികച്ച ഇന്നിങ്സ് ആയിരുന്നു. KL രാഹുൽ വളരെ മികച്ച രീതിയിലാണ് കളിച്ചത്. ഒരു ക്ലാസ് ഇന്നിങ്സ് എന്ന് പറയാം. അതായത് രാഹുലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രകടനം തന്നെ. ഇപ്പോൾ രാഹുലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെപ്പോക്കിൽ കുറച്ച് സ്ലോ പിച്ച് ആയതുകൊണ്ടാണ് ഇന്ന് രാഹുൽ കുറച്ചുകൂടി എക്സ്പ്ലോസീവ് ആവാത്തതെന്ന് എനിക്ക് തോന്നി. കാരണം രാഹുലിൻ്റെ ഇന്നിങ്സിൻ്റെ തുടക്കം നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ബാറ്റേഴ്സിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ബാറ്റേഴ്സിൻ്റെ ഒരു ട്രിഗർ മൂവ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലായി, ഇപ്പോൾ ഓരോ ബാറ്റർക്കും ഒരു ട്രിഗർ മൂവ്മെൻറ്റ് ഉണ്ട്. അതായത് ബോൾ ഫേസ് ചെയ്യാൻ വരുമ്പോൾ ആ ഒരു ചെറിയ ട്രിഗർ മൂവ്മെൻറ്റ് ഉണ്ട്. ഇപ്പം രാഹുൽ ഒന്ന് ഓപ്പണപ്പായിട്ട് കളിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതായത് ഇപ്പോൾ ചിലരൊക്കെ കുറച്ചുകൂടെ ഇന്നിങ്സ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ, അതായത് നമ്മുടെ അറ്റാക്കിംഗ് ഷോട്ട്സ് കളിക്കുന്നതിന് വേണ്ടി കുറച്ചൊന്ന് ഓപ്പണപ്പ് ആവാറുണ്ട്. അപ്പോൾ രാഹുൽ തുടക്കം തന്നെ ആ ഒരു ട്രിഗർ മൂവ്മെൻറ്റ് വെച്ചിട്ട് കുറച്ചുകൂടെ അറ്റാക്കിംഗ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വന്ന പോലെ തോന്നി. പക്ഷേ പിന്നെ ചെപ്പോക്കിലെ പിച്ചാണ്, കുറച്ചുകൂടെ സ്ലോ സർഫസ് ആണ്, ഒരു ട്രൂ സർഫസ് അല്ല ചെപ്പോക്കിലേത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ രാഹുൽ ഒന്ന് സ്വയം അഡ്ജസ്റ്റ് ചെയ്ത പോലെ തോന്നി. അപ്പോൾ തുടക്കത്തിൽ ഒരു കുറച്ച് പന്തുകൾ കണ്ടപ്പോൾ രാഹുൽ അറ്റാക്കിംഗ് മൈൻഡ് സെറ്റിൽ തന്നെയാണ് വന്നതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം കുറച്ച് ഇപ്പം കഴിഞ്ഞ സീസണിലൊന്നും കാണാത്ത ഒരു അറ്റാക്കിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് അത്. പക്ഷേ പുള്ളി അത് പ്രസ് ചെയ്തില്ല എങ്കിൽ പോലും ആ ഒരു ട്രിഗർ മൂവ്മെൻറ്റിൽ കുറച്ചുകൂടെയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ പോലെയൊന്നും അല്ല. ഇപ്പം ക്യാപ്റ്റൻസി ഭാരമില്ല. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് എക്സ്പാൻസീവ് ആയിട്ടുള്ള ഷോട്ട്സ് കളിക്കാൻ രാഹുലിന് ആ ഒരു മൈൻഡ് സെറ്റിൽ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം വരും മത്സരങ്ങളിൽ നമുക്കത് ശരിയാണോ എന്നറിയാം. കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം 5 പന്തിൽ നിന്ന് 15 റൺസ് എടുത്തിട്ടാണ് തിരികെ പോയത്. ഷമിയെ നന്നായിട്ട് അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഇനി വരുന്ന മത്സരങ്ങളിലും പുള്ളി ചിലപ്പോൾ ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റിലായിരിക്കും കളിക്കുക. ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചെപ്പോക്കിൽ ഒരു സ്ലോ പിച്ചാണ്. അപ്പോൾ അതിനനുസരിച്ച് ബാറ്റ് ചെയ്തു. അപ്പോൾ രാഹുലിൻ്റെ ഇന്നിങ്സ് തന്നെയാണ് അവിടെ ഒരു ഡിഫറൻഷിയേറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നിങ്സിനെ മൊത്തം ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മുടെ രാഹുലിന് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ബോളിംഗ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നൂറിനെ അറ്റാക്ക് ചെയ്തു. അതായത് നൂറിനെ ആദ്യമായിട്ടാണ് ഒരു 15+ റൺസ് പോകുന്നത് നമ്മുടെ ഈ സീസണിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ
നൂറിൻ്റെ ഒരു എക്സ്പെൻസീവ് സ്പെല്ല് കണ്ടൊരു മത്സരം കൂടിയായിരുന്നു ഇത്. പിന്നെ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 180+ എന്ന് പറയുന്നത് നമ്മുടെ ചെപ്പോക്കിൽ ഒരു പാർ സ്കോറാണ്. ജസ്റ്റ് ഒരു പാർ സ്കോറിന് മുകളിലാണ് അവർ സ്കോർ ചെയ്ത് 183 എന്ന് പറയുന്ന സ്കോർ. അത് മാത്രമല്ല ഒരു 175+ സ്കോർ CSK ചേസ് ചെയ്ത് ജയിച്ചിട്ടും കുറേ നാളുകളായി. അതുകൊണ്ട് ടഫ് ചേസ് തന്നെയായിരുന്നു. അപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ രാഹുൽ ആണ് ഏറ്റവും ഒരു ഡിഫറൻഷിയേറ്റർ ആയിട്ട് നിന്നത്, 77 റൺസ്. പിന്നെ അഭിഷേക് പോറിൽ 33. അതുപോലെ അക്ഷർ പട്ടേൽ ഒരു ചെറിയ ഇന്നിങ്സേ കളിച്ചുള്ളെങ്കിലും ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റിലാണ് വന്ന ആദ്യ പന്ത് തന്നെ ജഡേജ 6 അടിച്ചാണ് തുടങ്ങിയത്, 21 റൺസ് എടുത്തു. അതുപോലെ റിസ്വി ആയാലും സ്റ്റബ്സ് ആയാലും ഒരു ഷോർട്ട് കമിയോസ്, ചെറിയ ഒരു ഹെൽപ്പിംഗ് റോളുകൾ ചെയ്തു. അപ്പോൾ അങ്ങനെ അവർ 183 എന്ന് പറഞ്ഞൊരു സ്കോറിലെത്തി. പിന്നീട് CSKയുടെ ബാറ്റിംഗ് വരുമ്പോൾ ഞാനിപ്പോൾ നമ്മുടെ RCB നമ്മുടെ CSK ആ റിവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെപ്പോക്കിൽ ഇതുപോലൊരു വലിയ സ്കോർ ചേസ് ചെയ്യുമ്പോൾ പവർ പ്ലേ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പവർ പ്ലേയിൽ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കില്ല. കാരണം പവർ പ്ലേയിൽ കൂടുതൽ വിക്കറ്റ് പോയി ഒരുപാട് ബാക്കിലായി പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഒരു ക്യാച്ചിങ് അപ്പ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ചെപ്പോക്കിലെ പിച്ചിൽ മത്സരം പുരോഗമിക്കും തോറും ഒരു ഈവനിങ് മാച്ചോടാണ്, അപ്പം പിച്ച് കൂടുതൽ സ്ലോ ആവും. അപ്പം പവർ പ്ലേയിൽ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ്. അത് തന്നെ ഇവിടെ സംഭവിച്ചു. ഇന്നും അവരുടെ പവർ പ്ലേ മോശമായിരുന്നു. ഇപ്പോൾ രചിൻ പോയി, നമ്മുടെ ഗെയ്ക്വാദ് പോയി, പിന്നീട് വന്ന വിജയ് ശങ്കറിന് 3-4 അവസരങ്ങൾ കിട്ടി. എന്നിട്ടും ഇപ്പോൾ പറയുമ്പോൾ 50 അടിച്ചെങ്കിലും ഈ IPL ഏറ്റവും സ്ലോവസ്റ്റ് 50 ആണ് അടിച്ചത്. പറയുമ്പോൾ നമ്മൾ 50 റൺ അടിച്ചെന്ന് പറയാമെങ്കിലും മത്സരത്തിൽ യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല. പിന്നെ ഡെവൺ കോൺവേ ഈ സീസണിൽ കളിക്കുന്ന ആദ്യ മത്സരമാണ്, പക്ഷേ ഒരു അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് പുറത്തായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നീട് അവസാനം ധോണി സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അതായത് ഈ CSKയുടെ ബാറ്റേഴ്സ് എല്ലാം നമ്മുടെ ഈ സ്ട്രഗിൾ ചെയ്തു, നല്ല വ്യക്തമായിട്ട് സ്ട്രഗിൾ ചെയ്തു. പിന്നെ ഇടയ്ക്ക് ശിവം ദുബെ ഒരു 6 അടിച്ചൊന്ന് ഒരു ചെറിയ പ്രതീക്ഷ തന്നു, അതായത് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആക്കുമെന്ന് പ്രതീക്ഷ തന്നെങ്കിലും തൊട്ടടുത്ത പന്ത് വിപ്രജിൻ്റെ ആദ്യത്തെ ബോൾ 6 അടിച്ചു. അപ്പോൾ തൊട്ടടുത്ത പന്ത് കുറച്ചുകൂടെ ഒന്ന് വൈഡായിട്ട് കിട്ടിയപ്പോൾ ആ ഒരു ആവേശത്തിൽ അടിച്ചു, ഔട്ടായി. ഇടയ്ക്ക് ബൗണ്ടറികൾ ഭയങ്കരമായിട്ട് ഡ്രൈ അപ്പ് ആയി. ഏകദേശം ഇടയ്ക്ക് 28 ബോളുകൾ ഒരു 4 പോലും ഇല്ലാതെ CSKയ്ക്ക് സിംഗിൾ ഇട്ടും മുട്ടിയൊക്കെ മുന്നോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 25 റൺസിന് മാത്രമാണ് അവർ തോറ്റതെന്ന് പറയാമെങ്കിലും സത്യം കണ്ടിരിക്കുന്നവരെ ഇപ്പം CSK ഫാൻസിനെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു ചേസായിരുന്നു എന്ന് നമുക്ക് പറയാം. കാരണം അത്രയ്ക്ക് സ്ലോ ആയിരുന്നു. ഒരു ഘട്ടത്തിൽ അവർ ജയിക്കുമെന്ന് യാതൊരുവിധ പ്രതീക്ഷയും തരാത്തൊരു ചേസായിരുന്നു CSKയുടേത്. അവരുടെ ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, വിപ്രജ് ഒരു നല്ല യങ് ടാലൻ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രിവ്യൂ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വിപ്രജ് ഇപ്പോൾ ഒരു സ്പിൻ പിച്ചാണ് വരുന്നതെങ്കിൽ നമ്മുടെ CSKയെ ചലഞ്ച് ചെയ്യാൻ പറ്റിയൊരു ബോളിംഗ് യൂണിറ്റ് ഇവർക്കുണ്ട്. കുൽദീപ് ഉണ്ട്, അക്ഷർ ഉണ്ട്, വിപ്രജ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ വിപ്രജ് 4 ഓവറിൽ 27 റൺസ് മാത്രം കൊടുത്ത് 2 വിക്കറ്റ് എടുത്തു. കുൽദീപിന്റെ കാര്യം പറഞ്ഞാൽ കുൽദീപ് 4 ഓവറിൽ 30 റൺസ് മാത്രം കൊടുത്ത് 1 വിക്കറ്റ് എടുത്തു. അക്ഷർ പിന്നെ ഓരോ ഓവറേ ചെയ്തുള്ളൂ. അക്ഷറിന്റെ ആവശ്യം പോലും വേണ്ടി വന്നില്ല. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിപ്രജിന്റെ തന്നെയാണ്. കാരണം ശിവം ദുബെ ഒരു 6 അടിച്ചെങ്കിലും തൊട്ടടുത്ത ബോൾ വീണ്ടും ബ്രേവായിട്ട് കുറച്ച് വൈഡായിട്ട് ഇട്ട് കൊടുത്തിട്ട് പുള്ളിയെ ഒരു ട്രാപ്പിലാക്കി വിക്കറ്റ് എടുത്തു. അതുപോലെ സ്റ്റാർക്ക് നന്നായിട്ട് തന്നെയാണ് ബോൾ ചെയ്തത്. സ്റ്റാർക്കിന് ആക്ച്വലി വിജയ് ശങ്കറിന്റെ വിക്കറ്റ് കിട്ടേണ്ടതായിരുന്നു, പക്ഷേ റിവ്യൂ ചെയ്തില്ല. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു കോംപ്രിഹെൻസീവ് ബോളിംഗ് പെർഫോമൻസ് തന്നെയായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിൻ്റേത്. തുടർച്ചയായിട്ടുള്ള ഈ 3ാം വിജയം അവർ തീർത്തും അർഹിച്ചിരുന്നു. 2010 ശേഷം ആദ്യമായിട്ടാണ് അവർ ചെപ്പോക്കിൽ ജയിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രിവ്യൂ വീഡിയോ പറഞ്ഞു 2008 ശേഷം ആദ്യമായിട്ട് RCB ജയിച്ചു. അപ്പോൾ അതിൽ നിന്നൊരു കോൺഫിഡൻസ് ഉൾക്കൊണ്ടുകൊണ്ട് ചെപ്പോക്കിൽ വെച്ച് CSK പൂട്ടാമെന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെ ആയിരിക്കും DC വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അവരത് തന്നെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ടോസ് തൊട്ട് കൃത്യമായിട്ട് ബാറ്റിംഗ് ആയാലും ബൗളിംഗ് ആയാലും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് CSK അവർ കുരുക്കിലാക്കുകയും ചെയ്തു. ഇത് CSKയുടെ 3ാമത്തെ ഹോം മാച്ച് ആയിരുന്നു. ആദ്യത്തെ മത്സരത്തിൽ അവർ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു. പിന്നെ ഇപ്പോൾ RCBയോടും DCയോടും പരാജയപ്പെട്ടു. ഈ സീസൺ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഇവരുടെ തുടക്കത്തിൽ ഇവരുടെ ടീം അനാലിസിസ് വീഡിയോയിൽ തന്നെ പറഞ്ഞത്, ചെപ്പോക്കിൽ 7-ൽ 5 കളി വിജയിച്ചാൽ മാത്രമേ ഇവർക്ക് ഒരു പ്ലേ ഓഫ് സ്വപ്നം കാണാൻ കഴിയുമെന്നാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബൗളിംഗ് യൂണിറ്റ് ഒരു സ്ലോ സർഫസിനെ എയ്ഡ് ചെയ്യുന്ന ഒരു ബോളിംഗ് യൂണിറ്റ് ആണ് ഇവരുടെ. നമുക്കറിയാം ജഡേജ, അശ്വിൻ, നൂർ അഹമ്മദ് ഒക്കെ ഉള്ള ബോളിംഗ് യൂണിറ്റ് ഇപ്പോൾ ബാക്കിയുള്ളൊരു സ്റ്റേഡിയത്തിലേക്ക് പോയിട്ട്, അതായത് കുറച്ച് ഹൈ സ്കോറിംഗ് വെന്യൂസിലൊക്കെ പോയിട്ട് ചലഞ്ച് ചെയ്യാൻ പറ്റിയൊരു പവർ ഹിറ്റേഴ്സ് ഇവരുടെ ടീമിലില്ല. ശിവം ദുബെ മാത്രമാണ് ഒരു ഡെസിഗ്നേറ്റഡ് പവർ ഹിറ്റർ എന്ന് പറയാൻ പറ്റുന്നത്. ബാക്കിയുള്ളവരൊന്നും ഫോമിലല്ല, ഒരു വ്യക്തമായ പ്രോപ്പർ മിഡിൽ ഓർഡർ ഇല്ല. പക്ഷേ ഒരു സ്ലോ സർഫസിൽ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി അത്യാവശ്യം വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയൊരു ടീം തന്നെയായിരുന്നു ഇത്. കാരണം എതിരാളികളെ നന്നായിട്ട് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പ്രോപ്പറായിട്ട് ഇവരുടെ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്ത് വിജയിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെപ്പോക്കിൽ ഒരു 7-5 കളി ജയിച്ചാൽ ഇവർ തീർച്ചയായിട്ടും പ്ലേ ഓഫിൽ കടക്കാൻ ചാൻസ് ഉണ്ടെന്നാണ്. ഇപ്പോൾ ഓൾറെഡി 3-ൽ 2 തോറ്റു. ഇപ്പം ഞാൻ പറഞ്ഞ കണക്കിൽ അവർ 7-5 ജയിക്കണമെങ്കിൽ അടുത്ത 4 ഹോം മത്സരങ്ങളും അവർ ജയിക്കണം. അപ്പോൾ ഈ ഒരു മൊമെൻറ്റത്തിൽ അവർക്ക് അതിന് ചാൻസ് ഇല്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു പ്ലേ ഓഫിലേക്ക് അവർക്ക് കടക്കണമെങ്കിൽ, ഇത് സ്റ്റിൽ ഏർലി ഡേയ്സ് ആണെങ്കിലും അവരുടെ മൊത്തത്തിലുള്ളൊരു സ്ക്വാഡ് കോമ്പോസിഷനും എല്ലാം വെച്ചിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഇവർക്ക്
പ്ലേ ഓഫിലേക്ക് കടക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ടേൺ അറൗണ്ട് ഉണ്ടാവണം. ഓൾറെഡി 4-ൽ 1 കളി, 3 കളി തോറ്റു കഴിഞ്ഞു. ഇനി ഒരു 4 ഹോം മാച്ചസ് ഉണ്ട്, അത് 4 അവർ ജയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ എവേ മത്സരങ്ങളിൽ ഒരു 2-3 മത്സരമെങ്കിലും അവർ ജയിക്കണം. അപ്പോൾ ഇനി അടുത്തൊരു 10-ൽ 7 കളി ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോമൗട്ട് പവർ പ്ലേയിലൊക്കെ വിക്കറ്റ് കളഞ്ഞ് ആ ഒരു ഒട്ടും ഫോമിലല്ലാത്തൊരു ടീമാണ്. ഇപ്പോൾ നമുക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോളിംഗ് ഖലീലും നൂറും നന്നായിട്ടാണ് കളിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ ഗെയ്ക്വാദ് ആദ്യത്തെ മത്സരത്തിൽ നന്നായിട്ട് കളിച്ചു, പക്ഷേ ആ ഒരു മൊമെൻറ്റം പിന്നീട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ടഫ് സീസണായി മാറാനുള്ള, എന്തുകൊണ്ടും CSKക്ക് ഒരു ടഫ് സീസണായിട്ട് മാറാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഇനി പെട്ടെന്ന് ഒരു ടേൺ അറൗണ്ട് ഉണ്ടായാൽ മാത്രമേ ഇവർക്ക് ഈ സീസണിൽ പ്ലേ ഓഫ് സ്പോട്ടിനായിട്ട് ഒരു ചലഞ്ച് മുന്നോട്ട് വെക്കാൻ കഴിയും. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.